السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن نبينا محمدًا عبد الله ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدى هدى محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى، واتقون يا أولي الألباب. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സസൂക്ഷ്മം ശ്രദ്ധിച്ച് പാലിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും സമ്പാദിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ഉത്കടമായി ആഗ്രഹിക്കുക, ധാരാളമായി പ്രാർത്ഥിക്കുക, അശ്രാന്ത പരിശ്രമം നടത്തുക. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ മനസ്സ് ഇന്ന് പരിശുദ്ധ മക്കയുടെ പരിസരത്തുള്ള മിനായിലും അറഫായിലുമൊക്കെയാണ്. ഹജ്ജ് പടച്ച റബ്ബ് ഇസ്ലാമിക സ്തംഭങ്ങളിലെ അഞ്ചാമത്തെ കാര്യമായി നമുക്ക് നിർബന്ധമാക്കിയ ഒന്നാണ്. ഇസ്ലാമിൻ്റെ അർക്കാനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പറഞ്ഞു. ഇസ്ലാമിൻ്റെ അർക്കാനുകളെന്ന് പറഞ്ഞാൽ തൂണുകളെന്നാണ്. ആ അർക്കാനുകളിൽ അഞ്ചാമതായി എണ്ണിയത് ഹജ്ജാണ്. അവസാനത്തേത് ഹജ്ജ്. ഷഹാദത്തിൽ നിന്ന് തുടങ്ങി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൽ നിന്ന് ആരംഭിച്ച് ഹജ്ജ് എന്ന കർമ്മത്തിൽ അവസാനിക്കുന്നു ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ. അതിന്മേലാണ് ഇസ്ലാം എന്ന സൗധം നിലനിൽക്കുന്നത്. ആ അഞ്ചാമത്തെ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി ഒരു വിശ്വാസി സംശുദ്ധനാവുകയും സ്വർഗാവകാശിയായി മാറുകയും ചെയ്യുന്നു എന്നതാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള രൂപം. അതുകൊണ്ട് തന്നെ എന്തിന് ഹജ്ജ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യോഗ്യമായ ഹജ്ജ്, അതിന് പ്രതിഫലമായി
സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ലെന്നാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. എന്തുകൊണ്ട് ഹജ്ജിന് സ്വർഗം? മനസ്സിലാക്കേണ്ടതാണ് നാം അത്. മറ്റൊന്നുകൊണ്ടുമല്ല, ഹജ്ജിൻ്റെ കർമ്മങ്ങളിലെ ഒന്നാമത്തെ രംഗം മുതൽ അതിൻ്റെ അവസാനത്തെ രംഗം വരെ ഒരു വിശ്വാസിക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ, സ്വർഗം നേടിക്കൊടുക്കാൻ അവനെ അർഹനാക്കുന്ന രൂപത്തിലാണ് പടച്ചറബ് പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ കർമ്മം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, അത് ഇഹ്റാം എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു വസ്ത്രമാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടാകും. വലിയ വലിയ ഏറ്റവും വിലപിടിപ്പുള്ള നല്ല കമ്പനിയുടെ നല്ല വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ശീലിച്ചിട്ടുള്ളവർ പോലും ഇഹ്റാമിന് വേണ്ടി, ഹജ്ജിന് വേണ്ടി ഒരുങ്ങി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ സാധാരണക്കാരൻ എല്ലാവരും ധരിക്കുന്ന ഒരേ വസ്ത്രമാണ് ധരിക്കേണ്ടത്. 2 വെള്ളത്തുണികൾ, ഒരു തുണി ഉടുക്കുകയും മറ്റൊരു തുണി കൊണ്ടവൻ പുതക്കുകയും ചെയ്യണം. വളരെ ലളിതവും സിമ്പിളുമായ വസ്ത്രം. ആ വസ്ത്രം തന്നെയാണ് ഈ വിശ്വാസിക്ക് അവൻ്റെ അവസാന ജീവിതത്തിൽ കൊണ്ടുപോകാനുള്ളത്. അവൻ എത്ര സമ്പന്നനായാലും, എത്ര മുതലാളിയായാലും, വലിയ രാജാവായിരുന്നാലും അവൻ അവസാനമായി പോകുമ്പോൾ ധരിക്കാനുള്ളത് ഈ വെള്ളവസ്ത്രം തന്നെയാണ്. അതും ഇതേപോലെ ലളിതമായത്. ഒരെണ്ണം കൂടി കൂടും എന്ന് മാത്രം. ഹജ്ജും മരണവും തമ്മിലുള്ള വ്യത്യാസം ധ്വനിപ്പിക്കാൻ വേണ്ടി മരണത്തിന്, അവസാന യാത്രക്ക് ഒരു വസ്ത്രവും കൂടി അധികരിപ്പിച്ചു എന്ന് മാത്രം. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ഇഹ്റാമിനെ കുറിച്ച് പറയുന്നിടത്ത് ഹൃദയസ്പർശായ ഭാഷയിൽ വിശ്വാസികളോട് പറയുന്നു, അല്ലയോ വിശ്വാസികളെ, ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇതുവരെ ധരിച്ച പ്രൗഢിയുടെ വസ്ത്രം നിങ്ങളുടെ സ്വയം കൈകൊണ്ടഴിച്ചു വെക്കുമ്പോൾ അന്ത്യയാത്രക്ക് നിങ്ങളെ ഒരുക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ധരിച്ച വസ്ത്രം അഴിച്ചു വെക്കുന്നു. വിശ്വാസികളെ, ഇഹ്റാമിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം കൈകളെ കൊണ്ട് വെള്ളമൊഴിച്ച് നിങ്ങളെ ശുദ്ധിയാക്കുമ്പോൾ അന്ത്യയാത്രക്ക് വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധുക്കളും നിങ്ങളുടെ ശരീരത്തിൽ വെള്ളമൊഴിക്കുന്നു. അല്ലയോ മുസ്ലിങ്ങളെ, ഇഹ്റാമിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തിൽ സ്വയം സുഗന്ധങ്ങൾ പൂശുമ്പോൾ അന്ത്യയാത്രക്ക് നിങ്ങളെ ഒരുക്കാൻ കുളിപ്പിച്ച് നിങ്ങളെ കിടത്തി നിങ്ങളുടെ ശരീരത്തിൽ അവർ സുഗന്ധം പൂശുന്നു. വ്യത്യാസം ഒന്ന് മാത്രം, ഹജ്ജിന് സ്വയം ചെയ്യുന്നു, അന്ത്യയാത്രക്ക് മറ്റുള്ളവർ ചെയ്യേണ്ടി വരുന്നു. ആലോചിച്ചു നോക്കൂ, ഇതാണ് ഹജ്ജ്. അന്ത്യയാത്രക്കുള്ള ഒരുക്കമാണ് ഹജ്ജ് എന്നർത്ഥം. അന്ത്യയാത്രക്കുള്ള പരിശീലനമാണ് ഹജ്ജ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് സ്വർഗം. തീർന്നില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച് വിശ്വാസി പറഞ്ഞു തുടങ്ങുന്ന തൽബിയത്ത് എന്ന ദിക്റുണ്ടല്ലോ, ആ തൽബിയത്ത് എന്ന ദിക്റിനെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഫ്ദലു ഫിൽ ഹജ്ജ്, അല്ലാഹുവിന്റെ റസൂലേ, ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേത് എന്ന്. റസൂലുള്ളാഹ് 2 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു, അൽ ഹജ്ജു വസ്സജ്ജു, അൽ ഹജ്ജു വസ്സജ്ജു. തൽബിയത്ത് ഉറക്കെ പറയലും ഹജ്ജിന് വേണ്ടി അറിവ് നടത്തലുമാകുന്നു എന്ന്. ആലോചിച്ചു നോക്കൂ, ആ തൽബിയത്ത് വിശ്വാസിയെ വിശുദ്ധിയുള്ളവനാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഈ തൽബിയത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ആവേശം വരികയാണ്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്, നമ്മുടെ മനസ്സ് മുഴുവൻ പരിശുദ്ധ മക്കയിലും മിനയിലും അറഫയിലും കറങ്ങുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ, ഞാനിതാ ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി വന്നിരിക്കുന്നു റബ്ബേ. റബ്ബിനോട് പ്രസന്റ് പറയുകയാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്,
അല്ലാഹുവേ, ഞാനിതാ വന്നിരിക്കുന്നു, ഞാനിതാ എന്റെ പ്രസന്റ് ഇതാ ഞാൻ രേഖപ്പെടുത്തുന്നു റബ്ബേ. അതുകൊണ്ട് ഈ വർഷം ഹജ്ജിന് വന്നതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ ലിസ്റ്റിൽ എന്റെ പേരും ചേർക്കണം റബ്ബേ. എന്തുകൊണ്ടെന്നോ, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇല്ല നാഥ, നിനക്ക് പങ്കുകാരായി മറ്റാരുമില്ല നാഥ, ഞാൻ അംഗീകരിക്കുകയില്ല. ഒരു വിശ്വാസി സ്വർഗത്തിലെത്താൻ വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി അവന്റെ മനസ്സിലോ അവന്റെ പ്രവർത്തനത്തിലോ അവന്റെ ജീവിതത്തിലോ പടച്ച റബ്ബിനോട് ശിർക്ക് വെക്കാതിരിക്കുക എന്നതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. അതല്ലാത്ത എന്തും അവൻ നിങ്ങൾക്ക് പുറത്തു തരും. മനസ്സ വാച കർമ്മണ, ജീവിതത്തിന്റെ ഒരു മേഖലകളിലും പടച്ച റബ്ബിന് തുല്യനായി മറ്റാരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചുകൂടാ. പടച്ച റബ്ബിന് ചെയ്യേണ്ട കർമ്മങ്ങൾ മറ്റാർക്കെങ്കിലും ചെയ്തുകൂടാ. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ തവാഫ് കഴിഞ്ഞ് അവസാനം 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ ചൊല്ലേണ്ട ഒന്നാമത്തെ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അല്ലയോ സത്യനിഷേധികളെ, എനിക്ക് പറ്റില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. 2ാമത്തെ റക്അത്തിൽ ചൊല്ലുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇല്ലേ ഇല്ല, അല്ലാഹുവിന് തുല്യനായി മറ്റാരുമില്ല. അല്ലാഹുവിന് ചെയ്യേണ്ട പ്രാർത്ഥനകൾ, അല്ലാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അല്ലാഹുവിന് നടത്തേണ്ട നേർച്ചകൾ, അല്ലാഹുവിന് നടത്തേണ്ട വഴിപാടുകൾ, അല്ലാഹുവിനോട് വിളിക്കേണ്ട ശരണം വിളികൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും വിളിച്ചുകൂടാ. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഈ ചൊല്ലിയ തൽബിയത്ത് വിശ്വാസി നമ്മുടെ മനസ്സിൽ നിന്നുള്ളതാണെങ്കിൽ അതാണ് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ്. അതാണല്ലോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾക്ക് അവന്റെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കാൻ സാധിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പക്ഷേ അറിയുക പ്രിയപ്പെട്ടവരെ, അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണമെങ്കിൽ ചുറ്റുഭാഗവും നാം മരണശയ്യയിൽ കിടക്കുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗവും നമ്മുടെ മരണപ്രാളം കണ്ട് പേടിച്ചരണ്ട് നിൽക്കുന്ന നമ്മുടെ മക്കളോ ബന്ധുക്കളോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തന്നാൽ എനിക്കത് ചൊല്ലാൻ സാധിക്കുകയില്ല. സാധിക്കുമായിരുന്നുവെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് തന്റെ പിതൃവ്യനായ അബൂ താലിബിനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കേണ്ടിയിരുന്നു. സാധിക്കില്ല. നമ്മുടെ ജീവിതം ശിർക്കുകളിൽ നിന്ന് ഒഴിവായി തൗഹീദിൽ അടിയുറച്ചെങ്കിൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനാവൂ. അതാണ് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. നാദാ, സ്തുതികളൊക്കെ നിനക്കാണ്, അനുഗ്രഹങ്ങളൊക്കെ നിന്നിൽ നിന്നാണ്. നിന്നെ മാത്രമേ ഞാൻ സ്തുതിക്കൂ. ഈ അനുഗ്രഹങ്ങളെല്ലാം നീ എനിക്ക് ചെയ്തതാണ്. ഇതിലാർക്കും പങ്കില്ല നാദാ. അതുകൊണ്ട് ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് പങ്കുകാരില്ല നാഥ. സുഹൃത്തെ, സ്വർഗത്തിലേക്ക് പോകാൻ പടച്ച റബ്ബ് നൽകുന്ന സമ്മാനമാണ് തൽബിയത്ത്. അതാണ് തൽബിയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചുന്നത്. ഇനി അങ്ങോട്ട് നോക്കൂ, ഹജ്ജിന് വേണ്ടി പോകുന്ന ആൾ ഒന്നാമതായി വിശുദ്ധ കഅബയിലെത്തിയാൽ ചെയ്യുന്ന തവാഫ് ഉണ്ടല്ലോ, ആ തവാഫിൽ മുഴുവൻ നിഴലിച്ചു നിൽക്കുന്നത്, ആ തവാഫിന്റെ ദിക്റുകളിലും തസ്ബീഹുകളിലും കർമ്മങ്ങളിലും നിഴലിച്ചു നിൽക്കുന്നത് റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ വിധേയത്വമാണ്. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ, അദ്ദേഹത്തിന്റെ ചര്യയോടുള്ള അങ്ങേയറ്റത്തെ അനുധാവന സ്നേഹമാണ്. അദ്ദേഹം ചെയ്തതുപോലെ നമ്മൾ ചെയ്യുന്നു. കാരണം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ഖുദു അന്നി മനാസികകും ഫഇന്നി ലാ അൽഖാകും ബഅദ ഹജ്ജി ആമി ഹാദാ. നിങ്ങൾ ഞാൻ ചെയ്തതുപോലെ കർമ്മങ്ങൾ ചെയ്യണം. കാരണം ഒരുപക്ഷേ തൊട്ടടുത്ത വർഷം നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരാൻ, നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതാണ് കർമ്മങ്ങളുടെ അടിസ്ഥാനം.
അത് നാം വിശദീകരിച്ചതും പഠിച്ചതുമാണ്. കഅബ തവാഫ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് സഫയുടെയും മർവയുടെയും ഇടയിൽ സഅയ് ചെയ്യാനാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അതെ, സഫയും മർവയും ഒരു സാധാരണ രണ്ട് പർവ്വതങ്ങളല്ല, മറിച്ച് മിൻ ശആഇരില്ലാഹ്, അല്ലാഹുവിന്റെ ശആഇറുകളാണ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നവർ സഫയുടെയും മർവയുടെയും ഇടയിൽ ഓട്ടപ്രദക്ഷിണം നടത്തുന്നു. ആ ഓട്ടത്തിനൊരു ചരിത്രമുണ്ടല്ലോ, വല്ലാത്ത ചരിത്രം. നമുക്കൊക്കെ അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ഹാജറ ബീവിയുടെ നിഷ്കളങ്കമായ നിർമ്മലമായ പടച്ച റബ്ബിനോടുള്ള വിധേയത്വത്തിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. ആ പിഞ്ചു പൈതലിനെയും ഹാജറയെയും റബ്ബിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം അലൈഹിസ്സലാം ആ മണ്ണിൽ കൊണ്ടുവന്നാക്കുന്നു. മക്ക എന്ന മണലാരണ്യത്തിൽ മനുഷ്യവാസമില്ലാത്ത, ജന്തുക്കളില്ലാത്ത, പറവകളില്ലാത്ത, വെള്ളമില്ലാത്ത, വെളിച്ചമില്ലാത്ത, കൂട്ടുകൂടാൻ ആരുമില്ലാത്ത ആ ഒരു ഇരുണ്ട മരുഭൂമിയിൽ ഹാജറെന്ന ഒരടിമപ്പെട്ടിന് തന്റെ പ്രയാസങ്ങൾ മുഴുവൻ ഒറ്റക്കിരുന്ന് കരഞ്ഞു തീർക്കാൻ പറ്റിയ ഒരിടം അവിടെ കൊണ്ടു ചെന്നാക്കുമ്പോൾ ഒരൊറ്റ പ്രതീക്ഷ മാത്രമാണ് ഹാജറക്കുണ്ടായിരുന്നത്. അല്ലാഹു അമറക ബിഹാദാ, ഇത് ഇബ്രാഹിം അല്ലാഹു കൽപ്പിച്ചതാണോ? അതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം മടങ്ങിപ്പോകുന്നത്. അതിൽ തവക്കുൽ ചെയ്തതിന്റെ ഫലമായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്ന് നമുക്ക് കിട്ടിയത് പരിശുദ്ധ സംസമാണ്. എന്താണ് ആ സംസം എന്ന് പറയുന്നത്? മാഉ സംസം ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദി. മാഉ സംസം ഹാജറ ബീവിയുടെ തവക്കുലിന്റെ റിസൾട്ടാണ്. ആ തവക്കുലിന്റെ ഫലമാണ് നമുക്ക് സംസം ലഭിച്ചത്. വല്ലാത്ത അത്ഭുതമല്ലേ? നോക്കൂ നിങ്ങൾ, ആ സഅയ് ആരംഭിക്കുമ്പോൾ വിശ്വാസികൾ ആ സഫയിൽ കയറി രണ്ട് കൈകളും ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കിടയിൽ വിശ്വാസികൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മളൊക്കെ ധാരാളം പഠിച്ച ദിക്റല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. തൗഹീദ് ഊട്ടി ഉറപ്പിക്കുകയാണ് വിശ്വാസിയുടെ മനസ്സിൽ. നോക്കൂ നിങ്ങൾ, അത് കഴിഞ്ഞ് മക്കത്ത് വിശ്രമിച്ച ഹാജി ഇന്ന് മുതൽ മിനായിലേക്ക് പോവുകയാണ്. എന്താണ് മിന എന്ന് പറഞ്ഞാൽ? മിന എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസിയുടെ മനസ്സുകൾ ഇബ്രാഹിം നബിയിലേക്കും ഇസ്മായിൽ നബിയിലേക്കും ഓടുകയാണ്. അല്ലേ? ഓർക്കുന്നില്ലേ നിങ്ങൾ? നിഷ്കളങ്കനായ പിതാവിന്റെ കൂടെ ഓടിച്ചാടി നടക്കാൻ, പിതാവിനെ കളിച്ചുല്ലസിച്ച് രസിക്കാൻ, കൂട്ടായ സ്വന്തം പിഞ്ചു കുഞ്ഞിനെ ബലിയെറുക്കാൻ പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം എന്ന പ്രായമായ മനുഷ്യൻ ഇസ്മായിൽ എന്ന കൊച്ചു കുഞ്ഞിനെയും കൈപിടിച്ച് ഒരു കയ്യിൽ ഇബ്രാഹിം കൊത്തിപ്പിടിക്കുന്ന വടിയും മറ്റൊരു കയ്യിൽ ഒരു കയറും ആ കയ്യിൽ ഒരു കത്തിയുമായി മിന എന്ന മലയിലൂടെ കയറുന്ന രംഗം വിശ്വാസികളെ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സാധ്യമാണോ? റബ്ബിന്റെ കൽപ്പന അംഗീകരിക്കാൻ വേണ്ടി, റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നിരോധിച്ചു എന്ന കാരണത്താൽ ഒഴിവാക്കാൻ എനിക്കോ എന്റെ മക്കൾക്കോ എന്റെ കുടുംബത്തിനോ സാധ്യമാണോ? സാധ്യമല്ലെങ്കിൽ പറയരുത് ഇബ്രാഹിമിന്റെ പേര് കേട്ടോ. പറയരുത് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും അലൈഹിമസ്സലാം പേര് പറയാൻ നമുക്ക് അവകാശമില്ല. മിന, വിശാലമായ ആ മുന താഴ്വരയിൽ ഹാജിമാർ ആ പേരിന്റെ അർത്ഥം ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ അവരുടെ മുഴുവൻ പ്രതീക്ഷകളും പൂർത്തിയാകാൻ വേണ്ടി മിനായിൽ എന്ന് എത്തിച്ചേരുകയാണ്. അവിടെ ഹാജിയുടെ മുഴുവൻ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പൂർത്തിയാകും. അതാണ് മുന. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും. ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം സന്തോഷമായിരിക്കും ആ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, പഠിപ്പിച്ചതുപോലെ മിന എന്ന രണ്ട് മലകൾക്കിടയിലുള്ള ചെറിയ പ്രദേശം ഇന്ന മുന
തത്തസിഉ കമാ തത്തസിഉ ബത്നൽ ഉമ്മി ലിവലദിഹാ. മുന എന്ന പ്രദേശം ലോകത്തുള്ള ആകമാനം മനുഷ്യരൊന്നാകെ വന്നാലും ശരി, ഒരു ഉമ്മയുടെ ഗർഭാശയം തന്റെ കുഞ്ഞിന് ഏതുപോലെ ഓരോ ദിനം കൂടുന്തോറും വിശാലമാകുന്നുവോ അതുപോലെ വിശാലമാകും. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ, ഇതാണ് ഹജ്ജിന്റെ കർമ്മം. നാളെ അറഫ ദിവസമാണ്. നമുക്കറിയാം, ഹാജിമാർ അറഫയിലേക്ക് നീങ്ങുന്ന ദിവസം. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയെ കുറിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടാകും. വിശാലമായ ഒരു മരുഭൂമിയിൽ ഹജ്ജിന് വന്ന എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടേണ്ട ഒരു പ്രദേശം. സകല മനുഷ്യരും മഹ്ശറയിൽ നിൽക്കുന്നത് പോലെ എന്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പേടിച്ച് ബേജാറായി, നഫ്സി നഫ്സി, എന്റെ സ്വന്തത്തെ കുറിച്ച് മാത്രം പറയാൻ ഭയന്ന് പേടിച്ചു നിൽക്കുന്ന പരിശുദ്ധ അറഫ മണ്ണ്, ആ മണലാരണ്യം വിശാലമായ ഒരു മണലാരണ്യമാണ്. പക്ഷേ അത് വല്ലാത്ത ഒരു സന്ദർഭമാണ് അറഫ. പടച്ച റബ്ബ് ഒരുപാട് കാര്യങ്ങൾ അറഫയെ കുറിച്ച് നമുക്ക് പറയുകയും പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അറഫ ആഘോഷിക്കേണ്ട ദിവസമാണ്. എന്താണ് ആഘോഷം? ഒന്നാമത്തെ ആഘോഷം ആ പരിശുദ്ധ അറഫയിൽ വെച്ചാണ് പടച്ച റബ്ബ് ഈ പരിശുദ്ധ ദീനിനെ പൂർത്തീകരിച്ചു കൊടുത്തത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അറിയാമല്ലോ നിങ്ങൾക്ക്, ഇന്നിതാ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അവസാനമായി റബ്ബ് പറഞ്ഞു കൊടുക്കുകയും വഹി കൊടുക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്ത ദിവസം. അവിടെ നിന്ന് അങ്ങോട്ട് ദീനിൽ പിന്നെ കൂട്ടിച്ചേർക്കാൻ ആർക്കും അവകാശമില്ല, അധികാരമില്ല. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ദീനിൽ കൂട്ടിച്ചേർക്കാം എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക, പടച്ച റബ്ബ് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ആ അറഫയിൽ വെച്ച് അവസാനമായി പറഞ്ഞ വാക്കതാണ്. ആ വാക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ജൂതന്മാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ വചനമെങ്ങാനും ഞങ്ങൾക്കാണ് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അതെ, ഞങ്ങൾ ആഘോഷിക്കുന്നു. ഞങ്ങളുടെ ആഘോഷം ബഹളങ്ങളല്ല, ഞങ്ങളുടെ ആഘോഷം പ്രാർത്ഥനകളും ആരാധനകളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി അശിയ്യത അറഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും അറഫയിലെ വൈകുന്നേരം ധാരാളമായി പറഞ്ഞ ഒരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതൊരു വല്ലാത്ത ദിക്റാണ്. വിശ്വാസിയുടെ മനസ്സിൽ ശിർക്ക് ഒരിക്കലും വരാതെ, വിശ്വാസിയുടെ ജീവിതം ശിർക്കിൽ നിന്ന് പരിപൂർണമായി മോചനമാകാൻ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ദിവസം 100 തവണയെങ്കിലും ഒരു വിശ്വാസികൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. ഒരുപാട് ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ പറഞ്ഞു. നാം അത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അറഫയിലും നാം ഓർക്കേണ്ട, അറഫാ ദിവസത്തിലും നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹി മലായികതഹു അശിയ്യത അറഫ ബിഅഹ്ലി അറഫ ഫയഖൂൽ ഉൻദുറു ഇലാ ഇബാദി അതൗനി ശുഅസൻ ഗുബറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അഭിമാനത്തോടു കൂടി അറഫയിൽ സമ്മേളിച്ചിട്ടുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കും, അല്ലയോ മലക്കുകളെ, ഉൻദുറു ഇലാ ഇബാദി, എന്റെ അടിമകളെ ഒന്ന് നോക്കൂ നിങ്ങൾ, അതൗനി ശുഅസൻ ഗുബറാ, അവർ പൊടിപുരണ്ട് ജടപിടിച്ച് വൃത്തികേടായി അവരിതാ വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനത്തോടു കൂടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫയോളം ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല തന്നെ. ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അല്ലാഹു പ്രത്യേകമായി ഉണ്ടാക്കിയ ദിവസം, വല്ലാത്ത ഒരു ദിവസമാണത്. നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് നിർവഹിച്ച സന്ദർഭത്തിലുള്ള ഒരു രംഗം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. നബി തിരുമേനി ഹജ്ജിന്റെ അവസാന സമയമായി, സൂര്യൻ അസ്തമിക്കാറായി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു, എന്നിട്ട് പറഞ്ഞു, യാ ബിലാൽ അൻസിത് ലിയന്നാസ്, ബിലാലെ ജനങ്ങളോടൊക്കെ എന്നെ ശ്രദ്ധിക്കാൻ പറയുക. ബിലാൽ എഴുന്നേറ്റ് നിന്നു. 100,000-ഓളം സഹാബികൾ റസൂലുള്ളാഹിയുടെ വാക്ക് കേൾക്കുകയാണ്. എങ്ങനെ കേട്ടു നമുക്കറിയില്ല. ബിലാൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അൻസിതു ലി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്തോ പറയാൻ പോകുന്നു, ഗൗരവമുള്ള വിഷയം, എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, മഅ്ശറന്നാസ് അതാനി ജിബ്രീൽ അലൈഹിസ്സലാം ആനിഫൻ ഫഅഖറഅനി മിൻ റബ്ബിയസ്സലാം, അല്ലയോ ജനസമൂഹമേ, ഇപ്പോൾ ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നു, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സലാം ജിബ്രീൽ അറിയിച്ചു. വഖാൽ, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഗഫറ ലി അഹ്ലി അറഫാത്ത് വ അഹ്ലിൽ മശ്അർ വദമിന അൻഹും മുത്തബിആത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിലുള്ള എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ മുസ്ദലിഫയിൽ നിൽക്കുന്നവർക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. വദമിന അൻഹും മുത്തബിആത്ത്, അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇതാ അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞു. അറഫയിൽ വന്നതോടുകൂടി അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇനി അല്ലാഹു ഏറ്റെടുത്തു. വല്ലാത്ത വാക്ക്. വിശ്വാസികൾ വല്ലാത്ത സന്തോഷത്തോടുകൂടി തക്ബീർ മുഴക്കിയാണ് ആ വാക്കിനെ സ്വീകരിച്ചത്. ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് കുളിർക്കുന്ന സന്ദർഭം. എല്ലാ തെറ്റുകളും പുറത്തു കിട്ടുകയാണ്, എല്ലാ ബാധ്യതകളും റബ്ബ് ഏറ്റെടുക്കുകയാണ്. അതാണ് അറഫ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ദൂരെയാണ്. അദ്ദേഹം ഉറക്കെ വിളിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ് അഹാദാ ലനാ ഖാസ്സ, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഞങ്ങൾക്ക് മാത്രമാണോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ സാധിച്ച ഞങ്ങൾക്ക് മാത്രമാണോ? റസൂലുള്ളാഹ് ഒരല്പസമയം മൗനമായി നിന്നു. റസൂലുള്ളാഹിക്ക് വിവരം കിട്ടണം. വിവരം കിട്ടി. റസൂലുള്ളാഹ് വല്ലാത്ത ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു. ആ വാക്ക് വിശ്വാസികളെ, ഇത് കേൾക്കുന്ന നമ്മുടെ മനസ്സിന് സന്തോഷം നൽകേണ്ട വാക്ക്. റസൂലുള്ളാഹ് പറഞ്ഞു, ഇതല്ലോ ഈ സംഭവം, ഹാദാ ലക്കും വലിമൻ അതാ ബഅദകും ഇലാ യൗമിൽ ഖിയാമ, ഇത് നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം ഖിയാമത്ത് വരെ ആരൊക്കെ ഇവിടെ വരുന്നു അവർക്കെല്ലാം ഉള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ സ്നേഹം. ഇതാണ് ഹജ്ജ്. അല്ലാഹുവിന്റെ സ്നേഹമാണ് ഹജ്ജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സ്വർഗാവകാശിയാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ദിവസമാണ് അറഫ ദിവസം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ഈ ദിവസത്തെ ബഹുമാനിക്കണം, ആദരിക്കണം. ഈ ദിവസത്തിന്റെ പ്രാധാന്യം നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. നാം അറഫയിലല്ലോ, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നാരും വിചാരിക്കരുത്. നാളെയാണ് അറഫ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചത് അറഫ ദിവസം സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. റസൂൽ പറഞ്ഞത് യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെ പാപങ്ങൾ അറഫ ദിവസത്തെ നോമ്പ് കൊണ്ട് അല്ലാഹു പുറത്തു തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ, ഹജ്ജിന് പോകാൻ പണമില്ലാത്ത, സൗകര്യമില്ലാത്ത, കഴിവില്ലാത്ത മനുഷ്യർക്ക് പോലും അറഫയുടെ വല്ലാത്ത ഗുണം ലഭിക്കുന്ന വല്ലാത്ത സന്ദർഭമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദ് ഉറപ്പിക്കുക, ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുക, ശിർക്കിലേക്ക് പോകാതിരിക്കുക, നോമ്പ് നിർബന്ധമായി നോക്കാൻ പരിശ്രമിക്കുക. വല്ലാത്ത പ്രയാസമൊന്നുമില്ലെങ്കിൽ ഈ നോമ്പ് ഒരു നിർബന്ധ മനസ്സോടുകൂടി ഈ നോമ്പ് നോക്കാൻ, അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അറഫയിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കേട്ടുകൊണ്ട് ഞങ്ങൾക്കും അത് കിട്ടണമേ എന്ന പ്രാർത്ഥനയോടെ, മഗ്ഫിറത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് അറഫ നോമ്പ് നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ രൂപത്തിൽ ഹജ്ജിനെ അറിയുക, മനസ്സിലാക്കുക. ഇത് നമ്മുടെ കർമ്മമാണ്. നമുക്കും ഈ ഒരു അവസരത്തിന് ഭാഗ്യം കിട്ടണം. അള്ളാഹുവിനോട് അതിന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അർഹമുർ റഹീമീനായ നാഥ, ഹജ്ജിന് വേണ്ടി, ഹജ്ജ് എന്ന പരിശുദ്ധ കർമ്മം നിർവഹിച്ച് സ്വർഗാവകാശികളാകാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി
വസിയ്യത്ത് ചെയ്യുകയാണ്. അറഫാക്ക് ശേഷം യൗമുൻ നഹർ അഥവാ 60 ദിവസം അല്ലെങ്കിൽ ബലിപെരുന്നാൾ ദിവസമാണ്. ഈദുൽ അദ്ഹ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ് അത്. ഈദുൽ അദ്ഹ ആഘോഷിക്കാനുള്ള യോഗ്യതയെക്കുറിച്ച് ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ സ്വയം ചിന്തിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അദ്ഹയാണ് ഈദുൽ അദ്ഹയായി നാം ആഘോഷിക്കുന്നത്. അത് ആഘോഷിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ആഘോഷത്തിമർപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ ആലോചിക്കുക. നല്ല വസ്ത്രങ്ങൾ ധരിക്കലോ, സുഗന്ധം പൂശലോ, നല്ല ഭക്ഷണം കഴിക്കലോ, കളിതമാശകളിൽ ഏർപ്പെടലോ അല്ല ഈദെന്ന് പറയുന്നത്. ഈദ് ഒരു വലിയ കർമ്മത്തിൻ്റെ പരിസമാപ്തിയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ, പരിശുദ്ധ അറഫ ദിവസത്തിൻ്റെ പരിസമാപ്തിയാണ് പരിസമാപ്തിയാണ് ഈദ്. അതുകൊണ്ട് തന്നെ ഹജ്ജിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് അറഫയും പരിപൂർണമായി ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ മാത്രമേ ഈദ് ആഘോഷിക്കാനുള്ള അർഹതയുണ്ടാവുകയുള്ളൂ. അതിനേക്കാൾ ഉപരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ കാണിച്ച വിധേയത്വവും വിനയവും ഉത്തരവാദിത്ത ബോധവും നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ഈദ് യഥാർത്ഥത്തിൽ സാർത്ഥകമാവുകയുള്ളൂ. ആ രൂപത്തിലുള്ള ഒരു ഈദിന് വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങുക, തയ്യാറെടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദ് ദിവസം നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കർമ്മം ഈദ് മുസല്ലയിൽ പോയി ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കലാണ്. തക്ബീറുകൾ മുഴക്കി ഈദ് മുസല്ലയിലേക്ക് പോവുക. നടന്നു പോകാൻ സാധിക്കുന്നവർക്ക് അതാണ് ഉത്തമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മുസല്ലയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് നമസ്കരിച്ചത്. പള്ളികളും ഹറമുകൾ ഉണ്ടായിട്ട് പോലും ഹറമുകൾക്ക് പുറത്ത് മുസല്ലയിൽ ഈദ്ഗാഹുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് നമസ്കരിച്ചതും ഈദ് നമസ്കരിക്കാൻ കൽപ്പിച്ചതും. ഈദ്ഗാഹിൽ വെച്ച് തന്നെ നമസ്കരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വിഷയം മുഖാലഫത്തു ത്വരീഖ് സുന്നത്താണ്. മുഖാലഫത്തു ത്വരീഖ് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാൻ പോകുന്ന വഴിയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി കണ്ട ഒരു കാര്യമാണത്. മൂന്നാമത്തെ വിഷയം ഈദ് മുസല്ലയിൽ പുരുഷന്മാരുടെ കൂടെ സ്ത്രീകളും പങ്കെടുക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്നു. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഖ്രിജുൽ അബ്കാറ വൽ അവാതിഖ വദവാതിൽ ഖുദൂരി വൽ ഹുയ്യൽ ഫിൽ ഈദൈൻ. അല്ലാഹുവിൻ്റെ റസൂൽ കന്യകകളെയും വീടുകൾക്കുള്ളിൽ ഇരിക്കുന്നവരെയും ഹൈലുള്ള മെൻസസ് ബാധിച്ച സ്ത്രീകളെയും പെരുന്നാൾ ദിവസം പുറപ്പെടുവിക്കുമായിരുന്നു. പുറത്തേക്ക് ഈദ് മുസല്ലയിലേക്ക് വരാൻ വേണ്ടി പറയുമായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണ് നമസ്കാരമില്ലാത്ത മെൻസസ് ഉള്ള പെണ്ണുങ്ങളോട് പോലും, അശുദ്ധിയുള്ള പെണ്ണുങ്ങളോട് പോലും പോകാൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഫഅമ്മൽ ഹുയ്യദ് ഫയഅ്തസിൽനൽ മുസല്ല. ഹൈദ് ബാധിച്ചവർ, അശുദ്ധി ബാധിച്ച സ്ത്രീകൾ, അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും വയഷ്ഹദന ദഅവത്തൽ മുസ്ലിമീൻ, അവിടെ നടക്കുന്ന മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും വേണം. ഇത് കേട്ടപ്പോൾ ഒരു സഹോദരി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇല്ലം യകുന്ന ലഹാ ജിൽബാബ്. അല്ലാഹുവിൻ്റെ റസൂലേ, അവൾക്ക് ധരിക്കാൻ, പുറത്തേക്ക് പോകാൻ ശിരോവസ്ത്രമില്ലെങ്കിലോ പർദ്ദയില്ലെങ്കിലോ എന്ത് ചെയ്യും? റസൂലുള്ള പഠിപ്പിച്ചു, നിങ്ങളിൽ ഒരാൾ, 2 പർദ്ദയുള്ള ഒരാൾ സഹോദരിക്കൊരു പർദ്ദ കടം കൊടുത്തുകൊള്ളട്ടെ. ആലോചിച്ചു നോക്കൂ, പർദ്ദ കടം വാങ്ങിയെങ്കിലും, ജിൽബാബ് കടം വാങ്ങിയെങ്കിലും സഹോദരിമാർ പെരുന്നാൾ നമസ്കാരത്തിന് പോകണമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു റിവായത്തിൽ കാണാം, വൽ ഹുയ്യലു, ഈ അശുദ്ധി ബാധിച്ച സ്ത്രീകൾ ഫൽയഷ്ഹദനൽ ഈദ വദഅവത്തൽ മുസ്ലിമീൻ, ഈദിൽ അവർ പങ്കെടുക്കുകയും മുസ്ലിമീങ്ങളുടെ ദുആകളിൽ അവർ പങ്കുകൊള്ളുകയും ചെയ്യട്ടെ. ഈദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈദ് നമസ്കാരമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈദ് ആഘോഷത്തിൽ ഏറ്റവും പ്രധാനമായത് ഈദ് നമസ്കാരമാണ്. അതുകൊണ്ട് ഈ നമസ്കാരത്തിൽ വീഴ്ച വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. 6:50 ഈ വർഷത്തെ ഈദ് നമസ്കാരം. മലയാളികൾക്ക് വേണ്ടി പ്രത്യേകമായി അൽമനാർ സെൻട്രൽ ഗ്രൗണ്ടിൽ സാധാരണ നടത്താറുള്ള ഈദ്ഗാഹിന് ഗവൺമെൻറ് അനുമതി നൽകിയിട്ടുണ്ട്. 6:50 ഈദ് നമസ്കാരം ആരംഭിക്കും. എല്ലാവരും ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശുഷ്കാന്തി കാണിക്കുക. അർഹമുർ റാഹിമീനായ റബ്ബ് ഈ രൂപത്തിൽ
ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർറാഹിമീനായ നാഥ, അർഹമുർറാഹിമീനായ നാഥ, തൗഹീദോടുകൂടി ജീവിച്ച്, തൗഹീദിന് വേണ്ടി ജീവിച്ച്, തൗഹീദ് ജീവിതത്തിൽ ഉണ്ടാക്കി ജീവിച്ച്, തൗഹീദിൻ്റെ പ്രബോധകനായി അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർറാഹിമീനായ നാഥ, ഈ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ തൗഹീദിൻ്റെ സുരക്ഷ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർഹമുർറാഹിമീനായ നാഥ, ഷിർക്കിനെ ഞങ്ങൾക്ക് പേടിയാണ് നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളറിയാതെ വന്നു പോകുന്ന ഷിർക്കിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു നാഥ. ഷിർക്കിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ നാഥ. അർഹമുർറാഹിമീനായ നാഥ, ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഈ പുണ്യദിനങ്ങളിൽ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അർഹമുർറാഹിമീനായ നാഥ, നാളെ അറഫാ ദിനത്തിൽ നോമ്പെടുക്കാനും നീ നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് നീ മനസ്സ് തോന്നിപ്പിക്കുകയും സൗഭാഗ്യം നൽകുകയും ചെയ്യണമേ നാഥ. അർഹമുർറാഹിമീനായ നാഥ, അറഫാ ദിവസത്തിൽ നീ നിന്റെ സജ്ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ബർക്കത്തുകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർറാഹിമീനായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.